ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സണിൻ്റെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസിലൂടെയാണ് പോകുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. പിന്നെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുമായിട്ടും റെസനേറ്റ് ചെയ്യണം എന്നില്ല. സോ നമ്മുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം കാണുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. സോ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങൾ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നോൺ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒരു തരത്തിലും കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ കൂടെ തന്നെയും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ വിചാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെയും നോർമൽ ഉള്ളൊരു ലൈഫിലും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൂടെ കൊണ്ട് തന്നെ കുറച്ചുകൂടി ഡെപ്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞ ആൾക്കാരായിരിക്കും, പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എപ്പോഴും വിചാരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങൾ പഴയ പോലെ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ആ പേഴ്സൺ ചെയ്യാറുമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ അത് ഒരുപാട് ഡിലേ ആവാറുണ്ട്. അത് ഇന്നിപ്പോൾ വിളിക്കണം തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ കൂടെ കൊണ്ടായിരിക്കും ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാലും പിന്നത്തേക്ക് ആക്കാം, ഇനി കൂടുതൽ ടെൻഷൻ ആക്കണ്ട എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങളെ വിളിക്കാൻ വേണ്ടി ഡിലേ ആവാറുണ്ട്. പക്ഷേ ഗ്രാജുവലി ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ലപോലെ രണ്ടുപേർക്കും ഈഗോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കണം നോക്കുമ്പോൾ വേണ്ട ഇനിയും അടി ഉണ്ടാക്കണ്ട എന്ന് ഓർത്തിട്ട് വീണ്ടും നിങ്ങളെ വിളിക്കാനല്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊരു താമസം വെക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഒക്കെ നടന്ന സമയത്ത് ഇനി നിങ്ങൾ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യില്ല, നിങ്ങൾ വിളിക്കില്ല എന്നൊക്കെ ഒരു മാനസികാവസ്ഥയിലാണ് പോയത്. പക്ഷെ ഇല്ലാത്ത ആ ഒരു സമയത്ത് ഒരുപാട് ഉള്ളിൽ തന്നെ ഒരുപാട് ആ പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിയുടെ ഇമോഷൻസുമായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധമെല്ലാം കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് പോയതാണ്. പക്ഷേ ആ ഒരു നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഈ ഒരു ടൈമിലേക്ക് ഇരുന്ന് ആലോചിക്കാറുണ്ട് എന്തൊക്കെയാണെന്ന്. അപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളില്ലാതെ ആ ഒരു പേഴ്സൺ ഇനി ഒരു ലൈഫില്ല, അതല്ലെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന്. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസും നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നത് ആ ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറ്റി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഇപ്പോൾ വല്ലാത്ത ഒരു ഡിപ്രഷനോ അതേപോലത്തെ ഒരു മൂഡിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളില്ലാത്ത ആ ഒരു സമയങ്ങൾ ഒരുപാട് ആ പേഴ്സൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്, ഉടൻ തന്നെ വരികയും ചെയ്യും. ഇനി ഇതേപോലെ ഭാവിയിൽ ഇതേപോലെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ്, അതായത് ഒരു ലോങ് ഒരുപാട് ടൈം എടുത്തിട്ട് ആണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ വഴക്കിടുന്ന സമയം പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും ഇത്രയും ടൈമൊന്നും എടുക്കില്ല. കാരണം വെച്ചാൽ ഇത്രയും നാളും മിണ്ടാതിരിക്കുകയൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാത്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ ഒരു ഇതിൽ കൂടെ പോകാൻ ആ പേഴ്സൺ നോക്കില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളും അതൊക്കെ മാനേജ് ചെയ്ത് കുറേ കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാനേജ് ചെയ്ത് വഴക്കുകളൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ ഒരുപാടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ ഇനി തിരിച്ചു വരുമ്പോൾ
അങ്ങനത്തെ ഒരു റിലേഷനായിരിക്കാം ഉണ്ടാവുന്നത്. ഒരുപാട് വിഷമഘട്ടങ്ങളിൽ കൂടെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. ഒരുപാട്, അതായത് നമ്മളുടെ ഒരു നോർമലി ഒരു ഫ്രണ്ട്സോ അങ്ങനെ ആരും ചിലപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അവരോടൊന്നും പ്രോബ്ലംസ് ഒന്നും ഷെയർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും എന്നൊന്നും ആരുമില്ല. അപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ഗ്യാപ്പ് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാനസികമായിട്ടും ഷെയർ ചെയ്യാനും ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ വന്നുകൊണ്ട് ഒരുപാട്, അപ്പോൾ ഇനി നിങ്ങൾ തമ്മിൽ വീണ്ടും റിയൂണിയൻ ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കുറേയൊക്കെ മാറുന്നതാണ്. ആ ഒരു പേഴ്സണ് എന്താ പറയുക, നേരത്തെ വേറെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി ജീവിച്ചൊരു പേഴ്സൺ ആയിരിക്കും, പക്ഷേ ഇപ്പോൾ സെൽഫ് റെസ്പെക്റ്റും സ്വന്തം കാര്യങ്ങൾ നോക്കുക, സ്വന്തമായിട്ട് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സന്തോഷങ്ങളാണ് എനിക്ക് വലുത്, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ തേടി കണ്ടുപിടിക്കണം എന്നൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിലോട്ടൊക്കെ ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വരാനും പുള്ളിയുടെ ഓൾ പാറ്റേൺസൊക്കെ മാറ്റാനും നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെയോ എന്തോ ഒരു പേടി, ഭയം കിടക്കുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ നിങ്ങളെ കിട്ടില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് എന്തെങ്കിലും ഒരു അടിയോ വഴക്കോ വാക്തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓർത്ത് നിങ്ങളെ കൂടെ വിഷമിപ്പിക്കേണ്ട എൻ്റെ ഒരു ലൈഫിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് ആണ് ഈ പറയുന്ന പോലെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ ചില സമയത്ത് വിളിക്കാതെ വരിക. അപ്പോൾ ആ ഒരു ഭയം ഉള്ളിൽ കിടപ്പുണ്ട്. ഇനിയും തിരിച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ പ്രോബ്ലംസ്, എന്തൊക്കെ ഇമോഷണൽ ട്രബിൾ കൂടെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ടെങ്കിൽ കൂടെ നീയെങ്കിലും ഈ ഒരു പേഴ്സൺ ലാസ്റ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. നിങ്ങളായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനല്ല, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടും കുറച്ചുകൂടെ നല്ല ഡെപ്തിൽ തന്നെ ഇനി തിരിച്ചു വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ ഒരു പേഴ്സണിന് എന്ത് കാര്യം ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിലും എല്ലാം ബ്ലോക്കാണ്. അത് ഒരുപാട് നെഗറ്റിവിറ്റീസും അത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടക്കുന്നില്ല, അതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങളായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കിട്ടാതെ വരും, അപ്പോൾ ഇതും എനിക്ക് കിട്ടില്ല എന്നൊരു കാര്യം ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും അകന്നകന്ന് പോകുന്നത്. അപ്പോൾ അതല്ലാതെ നിങ്ങളോട് ഇഷ്ടക്കുറവല്ല, ഇത്രയും നാൾ ലൈഫിൽ എനിക്ക് എന്തൊക്കെയാണോ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ആ ഒരു പേടിയാണ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഉള്ളതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പിന്നെ എന്തൊക്കെ വന്നാലും ഈ ഒരു നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ്, പക്ഷേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടിയൊക്കെ ആയിരിക്കാം, പക്ഷേ എന്തൊക്കെയായാലും നിങ്ങൾ ആ ഒരു പേഴ്സൺ വരും, നിങ്ങളായിട്ടുള്ള ആ ഒരു വലിയൊരു ലൈഫ് തന്നെ കാണുന്നുണ്ട്. ഒരു ലോങ് ടേം എന്താ പറയുക റിലേഷൻഷിപ്പ്, അതായത് മാരേജ്, കുട്ടികൾ ഒക്കെ ആയിട്ടുള്ള ജീവിതം ഒരു പേഴ്സൺ കാണുന്നുണ്ട്. അത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി ആ ഒരു പേഴ്സൺ സങ്കല്പിക്കുന്ന പോലുമില്ല. സോ എന്തൊക്കെ പ്രോബ്ലംസ് ആ പേഴ്സൻ്റെ ലൈഫിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു പേഴ്സൺ മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ആ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലോട്ട് ഇത് പോകുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടേക്കാണെങ്കിലും എന്തൊക്കെ തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടും. നിങ്ങളൊരുമിച്ച് പോകും ഒരുപാട് നാൾ, നല്ല സ്ട്രോങ്. ആർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാനോ എടുക്കാനോ ഒന്നും കഴിയില്ല. അതുപോലെ തന്നെ ഈ നിങ്ങൾ ഒന്നിക്കുന്നതോടുകൂടെ നിങ്ങളുടെ വെൽത്തും നിങ്ങളുടെ എല്ലാ തരത്തിലും ഉള്ള ജോലിയും കാര്യങ്ങളും, അതായത് നമ്മളെ റിലേറ്റഡുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ആവുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഭാവജീവിതം കിട്ടുകയും നമുക്ക് അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഒരാളുടെ ലൈഫിലുണ്ട് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുകയൊക്കെ ചെയ്യുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ റീഡിങ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.